ഇതൊരു സ്വിഫ്റ്റാണ്. ഇതിൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അലൈൻമെൻറ്റാണ്. അലൈൻമെൻറ്റ് ഇഷ്യൂ ആയിട്ട് വന്ന വണ്ടിയാണ്. അപ്പോൾ ഇത് കണ്ടാൽ മനസ്സിലാവും വീൽ ഗ്യാപ്പ് കുറവാണ്. അപ്പോൾ അത് നമുക്ക് എന്തായാലും ടയർ വെച്ചിട്ട് നോക്കാം. ഇത്രയും ഗ്യാപ്പൊക്കെ നമുക്ക് വിസിബിളി കിട്ടും. അപ്പോൾ ഇതിൽ നോക്കി വരുമ്പോൾ ഫസ്റ്റ് തന്നെ ഷോക്ക് വെൻ്റുണ്ട്. ഈ കാണുന്ന ഒരു സംഭവം വെൻ്റാണ്. കാണുമ്പോൾ തന്നെ അറിയാം അതൊരു വെൻ്റാണ്. പിന്നെ ഉള്ളത് ലോവർ ആമാണ്. ലോവർ ആമും ചെറിയൊരു വെൻ്റ് കാണിക്കുന്നുണ്ട്. ഷേപ്പ് അങ്ങനെയാണെങ്കിലും ചെറിയൊരു വെൻ്റ് കൂടുതലാണ്. അതുപോലെ ചെറിയൊരു ഡൗട്ട് നക്കിളിലും ഉണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് മാറിയതിന് ശേഷം അത് അളന്ന് നോക്കുക എന്താണെന്നുള്ളത്. അപ്പോൾ ലോവർ ആമും മാറിയിട്ടുണ്ട്. അതുപോലെ ഷോക്കും ലിങ്ക് റോഡും എല്ലാം മാറിയിട്ടുണ്ട്. അത് രണ്ട് സൈഡും ഒരുപോലെ മാറുന്നുണ്ട്. സസ്പെൻഷൻ എന്ത് ചെയ്താലും രണ്ട് സൈഡും ഒരുപോലെ മാറണം. കാരണം എന്തായാലും പഴക്കമുള്ള വണ്ടിയല്ലേ. ഇനി ഗ്യാപ്പ് ഒന്ന് അളന്ന് നോക്കാം. അളന്ന് നോക്കിയതിന് ശേഷം ഇവിടെ 3 വിരലുണ്ട്. പിന്നെ മറ്റേ നെക്കിൾ സെൻറ്റർ ടു സെൻറ്റർ അളന്നപ്പം അളവ് കറക്റ്റായിരുന്നു. അതുകൊണ്ട് നെക്കിൾ മാറിയില്ല. ഇവിടെയും സെയിം ഗ്യാപ്പാണ്. ഇനി ബാക്കി അലൈൻമെൻറ്റും കൂടെ ചെയ്യുമ്പോൾ പക്കാവും.